ഇത് സബായ താമരയുടെ തണ്ടോണ്ട് ഉണ്ടാക്കുന്നത്. ഇത് സൽമാൻ ഖാൻ ഷാരൂഖ് ഖാനൊക്കെ തേക്കണ അത്തർ. കോബ്ര പാമ്പൊന്നും കടിക്കൂല. ഇത് കാട്ടിലൊക്കെ തേച്ചിങ്ങനെ നടന്നു കഴിഞ്ഞാൽ സർപ്പം ഇങ്ങനെ വന്ന് നിൽക്കൂ, നിങ്ങളൊന്നും കടിക്കൂല. ഇങ്ങനെ മൂപ്പർക്ക് ആസ്വദിക്കാനുള്ളൊരു സ്മെല്ലുള്ള അത്ര. ഈ ഡോബ് ഒരു കാലത്ത് ഇങ്ങനെ വിലസി അത്ര ഡോബ്. അതുപോലെ ഇതാ ദൃഹാമ് ദുബായിൽ ഇങ്ങനെ ഇപ്പോൾ വിലസിക്കൊണ്ട് നിൽക്കണ അത്ര. കുട്ടിക്കൂറ ആരെങ്കിലും സുഖമില്ലാതെ കിടന്നാൽ രോഗിക്ക് തേച്ച് കൊടുക്കാൻ പറ്റുന്ന അത്ര. ഊത് ഫേമസ് അത്രയാണ്. ഊത് ബ്ലാക്ക് ഊതാണ്, നല്ല സ്മെല്ലുണ്ടാവും, നോക്കിക്കൊള്ളു. പിന്നെ അതേമാതിരി ബിസ്ക്കറ്റ് പഴയ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു അത്രയാണ്. പിന്നെ ഡോവ് ഒരു കാലത്ത് ഒരുപാട് വിലസി. അതേമാതിരി ഇതാ ലൈമ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മൂക്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം ഛർദി ഓക്കാനൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈമ് നല്ല അത്രയാണ്. പിന്നെ ഡോക്ടർമാർ അതാ ഐസ് വർക്ക്. ഡോക്ടർമാർ എ സിയിലിരുന്ന് വർക്ക് ചെയ്യുന്ന സാധനം. എ സിയിലിരുന്നാൽ അവർക്ക് മാത്രം മണം ഉണ്ടാവുള്ളൂ, തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് സ്മെല്ലുണ്ടാവില്ല. അവർക്ക് മാത്രം മണമുള്ള ഒരു സാധനമാണ് ഐസ് വർക്ക്. ഇത് എല്ലാ മെഡിക്കൽ കോളേജിലൊക്കെ ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. അതാണ് അത്ര. അതുമാതിരി അല്ല, മമ്മൂട്ടിക്കല്ല, ശ്രീരാമന് ഒരു 2 അത്തർ എന്നോട് വാങ്ങിയിരുന്നു. മാനാഞ്ചിറ ആള് ഏതാള്? ഈ മാനാഞ്ചിറ മറ്റേ ടൗണാളിന്റെ ബാക്കിൽ മൂപ്പര് ഒരു മറ്റേ പക്ഷികളെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഉദ്ഘാടനത്തിന് വന്നിരുന്നു. അപ്പോൾ മൂപ്പര് മറ്റേ ഒരു 2 അത്തർ വാങ്ങി 100 രൂപ എനിക്ക് തന്നു. വലിയ സന്തോഷമായി. അങ്ങനെ പോയി. മമ്മൂട്ടിന്റെ വീട്ടിൽ പോയി. മമ്മൂട്ടിനെ കണ്ടില്ല. മമ്മൂട്ടിനെ പച്ച ഗേറ്റ് അടിച്ച ഒരു വീടാണ്. എഴുതിക്കിന് ഒരു ഇന്ത്യക്കാരനുണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടെ ഒരുപാട് ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. അയാള് വെള്ളിയാഴ്ചനാണ് നമ്മളെ മറ്റേ ജംഗ്ഷനിൽ പള്ളിയിൽ വരുന്ന പറഞ്ഞ്. അവിടെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ ഇനി നേരിട്ട് കാണണം എന്ന് ഞാൻ കോഴിക്കോടാണ്. ഷാഫി കല്ലായിയാണ്, കോഴിക്കോടാണ്. 1980 കോർപ്പറേഷനാണ്. ഇപ്പൊ എന്റെ വീടിന്റെ ബാക്കിൽ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനൊരു 10-40 വർഷമായി ഈ യാത്ര വിറ്റ അത്ര കേരളത്തില്. പിന്നെ അത് വളർന്നു വന്ന് ഇത് അതിനിപ്പോ ഒരു കിരീടം മതിച്ച് 30 റുപ്യ. 600ഓളം സ്ത്രീകൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പാക്കിങ് പല കോഴിക്കോട് പല ഭാഗത്തായിട്ട് കേരളത്തിലുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇപ്പോഴാണ് 30 റുപ്യ ആയത്. 10 പൈസക്ക് കേരളത്തിൽ വിറ്റ അത്രയാണ്. ഇതിനില്ല. ഒരു ദിവസം അങ്ങനൊന്നുമില്ല. ഒരു 1000 രൂപേന്റെ കച്ചവടം ചെയ്യും. ഒരു 10-300 റുപ്യ കിട്ടും. അത് അതിൽ ഒതുങ്ങി. അങ്ങനെ രാവിലെ ഒരു പിന്നെ ചിലപ്പോൾ ഒരു 6 മണിക്ക് വരും, ചിലപ്പോൾ ഒരു 10 മണിയൊക്കെ ആവും. പിന്നെ ഉച്ചൻ്റെ ദിവസമുള്ള കച്ചവടം 3 മണിക്ക് ഇറങ്ങും. അങ്ങനെയുണ്ട്. 3 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞ പൈസൻ്റെ കച്ചവടം ചെയ്ത് പിന്നെ അപ്പോൾ 2 ദിവസം കച്ചവടം ചെയ്യണം 1000 രൂപ കിട്ടണമെങ്കിൽ. അപ്പോൾ ആ 150 റുപ്യ കിട്ടിയാൽ 100 റുപ്യ വീട്ടിൽ കൊടുക്കും മീൻ വാങ്ങാൻ. അങ്ങനെ അപ്പോൾ ആ ഒരു ചെറിയ ജീവിതത്തിൽ കൂടെ അങ്ങനെ അന്നേ കടന്നു വന്നാണ്. ഈ ഉജാലപ്പൊടി പെനോയിലൊക്കെ ഉണ്ടല്ലോ 10 പൈസക്ക് വിറ്റ് നടന്ന ആളാണ്. അങ്ങനെ 40 വർഷം ഈ കേരളത്തിൽ തന്നെ. എല്ലാവരും ഒരുവിധം ആൾക്കാർ വൈക്കം മുഹമ്മദ് ബഷീർക്ക, KT മുഹമ്മദ്, പിന്നെ MD വാസുദേവൻ നായർ, ഇവരൊക്കെ നല്ല കമ്പനിക്കാരാണ്. എല്ലാവരും ഭയങ്കര നല്ല ആദരവുള്ള ആള്. ഒരുപാട് തങ്ങന്മാര്, ഉസ്താദന്മാര്, കത്തീവുമാര്, വീട് അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ഇഷ്ടമാണ്. പെനോയില്, ബ്ലീച്ചിങ് പൗഡർ, അച്ചാറ്, പിന്നെ മൂട്ടപ്പൊടി. ഒരു തലയാണി എടുത്താൽ 4 ഭാഗം മൂട്ട. ആ കാലത്ത് ഇങ്ങനെ നടന്ന് യാത്ര തുടർന്ന് ഇപ്പോൾ 40 വർഷമായി. ഞാൻ കേരളത്തിൽ കൂടെ തന്നെയാണ്. വീട് വിടാൻ തുടങ്ങി. ഇപ്പോൾ അതാ ടൗണിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. ഈ കടകളിലേക്ക് ഇങ്ങനെ കയറി ഈ അത്ര ലാസ്റ്റ് ശൈലിയാണ്. എന്നാലും കാണാം. ബൈ.